ഇന്ന് നമുക്ക് എളുപ്പത്തിലും നല്ല രുചിയിലും ഒരു ചേനക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് ചേന 250 ഗ്രാം ചേന എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. 2 വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലകളും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഏകദേശം ഈ ഒരു രീതി ആയി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചെറു തീയിലിട്ട് ഈ തക്കാളി ഒന്ന് നല്ലപോലെ വേവുന്നതിനായിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ അടപ്പ് തുറന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വെജിറ്റബിൾ മസാലയാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ 1 സ്പൂൺ കസൂരി മേത്തിയും നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിക്ക് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുന്നവരെ ചെറു തീയിലിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം നല്ലതുപോലെ തിളപ്പിക്കുന്നതിനായിട്ട് നമുക്ക് അല്പസമയം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ ഇതാ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതായ ചേന ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടച്ചു കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ മുഴുവനെ ഇട്ട് നമുക്ക് വേവിക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് അല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എനിക്ക് കറി കുറച്ചും കൂടെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാനിത് ലൂസാക്കിയിട്ട് അടച്ചു വെച്ച് വീണ്ടും ഇത് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചേനക്കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ചോറിനൊപ്പം ആയിരുന്നാലും ചപ്പാത്തിക്കൊപ്പം ആയിരുന്നാലും കഴിക്കാൻ നല്ലൊരു കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പിയിൽ കാണുന്നവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.